ആശുപത്രി പോകണോ? എവിടെ പോവാ കണ്ണ? ഡോക്ടറെ കാണാൻ പോണ്. ഡോക്ടറെ കാണാൻ അമ്മ ആയതിനു ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ രാവിലെ തന്നെ നമുക്ക് നേരെ ഹോസ്പിറ്റലിലാണ് പോകേണ്ടി വന്നത്. അതുകൊണ്ട് കിവിനെ പെട്ടെന്ന് റെഡിയാക്കി അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ബാഗിൽ പാക്ക് ചെയ്തു. പമ്പ് ചെയ്ത് വെച്ച മിൽക്ക് നമ്മൾ ഐസ് ബാഗിൽ സ്റ്റോർ ചെയ്തു. ഫ്രോസൺ മിൽക്ക് ബാഗിൽ തന്നെ വെച്ചു. പമ്പ് എടുത്തു. ദെൻ ടവല്, പാമ്പേഴ്സ്, അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ, മിൽക്ക് വാമർ, നിപ്പ് കെയർ, ഇതെല്ലാം നമ്മൾ ബാഗിൽ സെറ്റ് ചെയ്തു. കിവി ഉണ്ടാവുന്നതിന് മുമ്പ് എൻ്റെ ബാഗിലുണ്ടായിരുന്ന ഐറ്റംസ് എല്ലാം ഞാൻ ഒരു നിമിഷം ഓർത്തുപോയി. പണ്ട് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറയുമായിരുന്നു, ഒരു ബ്യൂട്ടി പാർലർ മുഴുവനും ഉണ്ടല്ലോ നിൻ്റെ ബാഗിലെന്ന്. പക്ഷേ ഇപ്പോൾ അതൊന്നും ഓർക്കാൻ പോലും നേരമില്ല. ലൈഫ് നമുക്ക് ഉണ്ടാക്കുന്ന ഓരോ മാറ്റങ്ങളെ. ഇപ്പോൾ എവിടെ പോകണമെങ്കിലും അവളെ കംഫർട്ടബിൾ ആക്കണം, കിവിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എടുക്കണം എന്നുള്ളത് മാത്രമേ തലയിലൂടുള്ളൂ. രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് നല്ല കഫക്കെട്ടും ചുമയുണ്ടായിരുന്നു. ഇനി മൈൽഡ് ഇൻഫെക്ഷൻ എങ്ങാനും ആണെങ്കിൽ കിവിക്ക് സ്പ്രെഡ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരെ റയാദ മെഡിക്കൽ സെൻറ്ററിലോട്ട് പോയത്. ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. ആ സമയം കൊണ്ട് കിവിയുടെ പാലെല്ലാം വാം ചെയ്യാൻ വെച്ചിട്ടാണ് ബ്ലഡ് കൊടുക്കാൻ പോയത്. തിരിച്ചു വന്നപ്പോഴത്തേക്കും കറക്റ്റ് ടെമ്പറേച്ചറിലായി പാൽ കൊടുത്തു കിവിക്ക്. കിവി പാൽ കുടിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ബ്ലഡ് റിസൾട്ട് വന്നതിന് ശേഷം ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പാൽ കൂടി കഴിഞ്ഞ് നല്ല ഉറക്കവും പാസ്സാക്കി അത് കഴിഞ്ഞ് എണീറ്റ് കളിക്കുന്ന കിവിയാണ് ഈ കാണുന്നത്. കിവിയുടെ എല്ലാ പരിപാടികളും കറക്റ്റായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കൊണ്ടുപോയ റിസൾട്ട് എല്ലാം കാണിച്ച് മെഡിസിൻ എല്ലാം പ്രിസ്ക്രൈബ് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലെത്തി. ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞ ആൾ കളി തുടങ്ങിയിട്ടുണ്ട്. ഹാപ്പി. കല്യാണം കഴിഞ്ഞിട്ട് ഈ 4 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടായിരിക്കും ഒട്ടും ആഘോഷങ്ങളില്ലാത്തൊരു ബർത്ത്ഡേ. പക്ഷെ എന്താണെന്നറിയില്ല, പ്രായം കൂടിയതുകൊണ്ടാണോ എന്തോ നല്ല ഹാപ്പി ആയിരുന്നു, നല്ല പീസ്ഫുൾ ഡേ ആയിരുന്നു. പക്ഷെ അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നട്ടപ്പതിരയ്ക്ക് കിവീൻ്റെ ആൻറ്റിമാരുടെ കയറി വരൽ. യെസ് ഗൈസ്, യു ആർ ഓൺ ആൻറ്റീസ് എറ. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവർ നല്ല ലേറ്റായിട്ടാണ് വന്നതെങ്കിലും ഭയങ്കര ഹാപ്പിയായി. ഒരു കുഞ്ഞ് കേക്കൊക്കെ, കുഞ്ഞല്ല കുറച്ച് വലിയ കേക്കെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്ന് ആരതിയും നീതും പുണ്യം, പിന്നെ നമ്മൾ ജസ്റ്റ് കേക്ക് കട്ടിങ് ഒക്കെ ചെയ്ത് കുറേ നേരം സംസാരിച്ചിരുന്നു. നന്നായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കിവി എണീപ്പിച്ച് നല്ല ഉടുപ്പെല്ലാം അടിച്ച്. കിവിക്ക് ഇപ്പോഴും ഉറക്കം തെളിഞ്ഞിട്ടില്ല. അതാണ് കിവി ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്. കുറേ നേരത്തെ സംസാരത്തിന് ശേഷം നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ പിരിഞ്ഞു. താങ്ക് യു സോ മച്ച് പുണ്യ, നീതു ആൻഡ് ആരതി.